അതെ എന്നാ പിന്നെ എല്ലാം പറഞ്ഞു പോലെ. എന്ത്? അല്ല ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. എങ്ങോട്ട് പോയിട്ട്? അല്ല ഞാൻ അമ്മേ, ദാ നാട് കടത്തിയ പ്രതികള്. എന്താ പരോളിറങ്ങിയതാ? പുതിയൊരു പുള്ളിയും കൂടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ജയിലിൽ ചാടിയതാവും. നിന്ന് കിന്നരിക്കാണ്ട് കയറി പൊടിയത്തേക്ക് വാടാ. ഹലോ ഹലോ. എന്താ പുതിയ പുളുവൊന്നും ഇല്ലേ? ശരിക്കാ? അല്ല, അവിടുത്തെ പെയിന്റിങ്ങും കോൺട്രാക്റ്റും ഒക്കെ തീർന്നോ? എവിടെ? ഇതെന്തോ പ്രോബ്ലം ഉണ്ടാക്കിട്ട് ഓടി പോന്നിരിക്കല്ലേ? എങ്ങനെ അറിഞ്ഞു? ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ? ആരെങ്കിലും ഫോൺ ചെയ്യണോ? നമ്മുടെ ഏട്ടനെ നമുക്ക് അറിഞ്ഞൂടെ ചോദിച്ചായോ? എന്താ ലേറ്റസ്റ്റ് പ്രോബ്ലം? ലേഡീസ് പ്രോബ്ലം? വന്ന പാടന്നെ കൈമേടിക്കാനുള്ള പുറപ്പെടാ. ഉവ്വ, മേടിക്കും. മതി, വരാൻ കാത്തിരുന്ന വഴക്കുടങ്ങാൻ. മടി ഇങ്ങോട്ട്. ഇവിടെ ഉണ്ടാവുമല്ലോ, കാണാം. കാണാം. ഇയാളോടല്ല, നിന്നോടാ. നീ എന്തിനാണ് ആരെങ്കിലും ഫോൺ ചെയ്തോന്ന് ഉമ്മയോട് ചോദിച്ചത്? നീ എങ്ങനെ ചോദിച്ചോ? അല്ല, കൊട്ടാരത്തിന് ആരെങ്കിലും വിളിച്ചോന്ന് അറിയണ്ടേ? കൊട്ടാരത്തിന് ആര് വിളിക്കാനാ? നമ്മൾ നമ്പർ കൊടുത്താലല്ലേ? കെട്ടിയിട്ട് നല്ല ഇടിയിടിച്ച നമ്പർ മാത്രമല്ല, അഡ്രസ്സും പിൻകോഡ് വരെ കൊടുത്തു. അഡ്രസ്സും കൊടുത്തോ? കൊടുത്തതല്ല, അവര് മേടിച്ചതാ. ഇല്ലെങ്കിൽ എന്റെ അഡ്രസ് പോയേനെ. ഇത് തന്നെ വരാം. എന്നെ മനസ്സിലായി കാണില്ല. ഞാനാണ് ലാസർ, ചക്കച്ചാമ്പറമ്പിൽ ലാസർ. ഓ, നമ്മുടെ ജോയിയുടെ ഇളയപ്പൻ. ഈ ലാസറിന്റെ കൂടെ ആയിരുന്നു അരവിന്ദനും ചന്തവും പോണ്ടിച്ചേരിയിലെ. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഗതിയിലായത്. ഇതാണ് അരവിന്ദന്റെ അച്ഛൻ, ജസ്റ്റിസ് ശങ്കരമേനോൻ സാറ്. നമസ്കാരം. ഇത് അമ്മ. ഇത് ആര്? അരവിന്ദന്റെ വല്യച്ഛൻ, പൂങ്കുളത്ത് ദാമോദരമേനോൻ. അത് തന്നെ, പൂക്കളം. പൂങ്കുളം. കുളം. ഞാൻ പോണ്ടിച്ചേരി മാർത്താണ്ഡം കൊട്ടാരത്തിലെ മാധവർമ്മയാണ്. നമസ്കാരം. വരൂ, ഇരിക്കൂ. ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. അവിടെ വന്ന് കുട്ടികൾ കുഴപ്പമെന്തെങ്കിലും ഉണ്ടാക്കി. ചില്ലറ കുഴപ്പമില്ല, മൊത്തം കുഴപ്പമാക്കിയിട്ടാ പോന്നിരിക്കുന്നത്. ലൈംഗിക അപവാദം. വൃത്തികേട് വിളിച്ചു പോകാണ്ട് കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തോളൂ. വാ സുന്ദരേശ, താൻ കുളിച്ചല്ലേ? ഇന്ന് മോങ്ങാതെ വാ. എന്താ അവരവിടെ കുഴപ്പമുണ്ടാക്കിയത്? അതെങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ കൊട്ടാരത്തിലെ എല്ലാ സ്വത്തുക്കളുടെയും കൂടിയുള്ള ഒരേ ഒരു അവകാശി ഞങ്ങളുടെ പത്മിനിക്കുട്ടിയാ. അവളുടെ വിവാഹ നിശ്ചയമായിരുന്നു കൊട്ടാരത്തില്. അന്ന് രാത്രി പപ്പിക്കുട്ടിയുടെ കിടപ്പുമുറിയിൽ അരവിന്ദൻ കയറി എന്തോ കുസൃതി ഒപ്പിച്ചു. അതോടെ അവളുടെ കല്യാണം മുടങ്ങി. കൊട്ടാരത്തിലുണ്ടായി കളങ്കവും മാനക്കേടും ഇല്ലാണ്ടാക്കാൻ വേണ്ടി പപ്പിക്കുട്ടി തന്നെ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുക. വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് അരവിന്ദനെ തന്നെ ആയിരിക്കുമെന്ന്. തരൂ. ഇതൊക്കെ അങ്ങോട്ട് സ്വീകരിച്ചിട്ട് ഞങ്ങളുടെ കൊട്ടാരത്തിന്റെ മാനം ഇവിടുന്ന് രക്ഷിക്കണം. സ്വന്തമായി പീരങ്കിയും പട്ടാളമുള്ള ഫ്രഞ്ചുകാർക്ക് പോണ്ടിച്ചേരി പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, പിന്നല്ലേ നമുക്ക്. അപ്പൊ വെറുതെ അല്ല പോണ്ടിച്ചേരിയിൽ നിന്ന് രായ്ക്ക് രാമാനം ഒളിച്ചോടി പോന്നത്. വീരശൂര പരാക്രമികളെ തേടി അവിടുന്ന് ഇതാ ആള് വന്നിരിക്കുന്നു. എവിടുന്ന്? ആര് വന്നിരിക്കുന്നു? പോണ്ടിച്ചേരിന്ന് കുറെ തമ്പുരാക്കന്മാര്. ഏതായാലും ഇത്തവണ എന്റെ ഏട്ടൻ കാമുകം കുടുങ്ങിയത് തന്നെ. ഇയാളല്ലാതെ മറ്റാരും വിവാഹം ചെയ്യില്ലാന്ന് ഉഗ്രശബ്ദം എടുത്തിരിക്കുക ആ തമ്പുരാട്ടി പെണ്ണ്. ഈ സന്തോഷം എത്രയും പെട്ടെന്ന് എനിക്ക് കൊട്ടാരത്തിൽ അറിയിക്കണം. മാത്രമല്ല, ഇനി നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരണം. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് വേണം കല്യാണ ദിവസം നിശ്ചയിക്കാൻ. ആരുടെ കല്യാണം? അച്ഛനും അമ്മയും വല്യച്ഛനും വല്യമ്മയൊക്കെ ക്ഷമിക്കണം, നമുക്ക് ഈ കല്യാണം വേണ്ട. അതിന് നിന്റെ അല്ല, അരവിന്ദന്റെ കല്യാണക്കാരിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അവൻ ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞ ഇവൻ ആരാ? അവൻ ഇഷ്ടമുണ്ടെന്ന് തീരുമാനിക്കാൻ ഇളയപ്പനാരാ? ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ രാത്രിയിൽ അവളുടെ ബെഡ്റൂമിൽ അവൻ കയറിയത്? സെക്കൻഡ് ഷോ കാണാനാ? അത് അവളുടെ ഒരു ചതി. ഇതിപ്പോ കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വേറൊരു ചതി. ഇളയപ്പൻ ഇതിന് കൂട്ടു നിൽക്കരുത്. ചതിയോ?
ഇപ്പോഴും പപ്പിക്കുട്ടി സമ്മതിച്ചിട്ടില്ലെങ്കിലേ അവന് തപസ്സിരുന്ന കിട്ടും അവളെ. നീ അവളെന്നല്ല, നിങ്ങൾ എല്ലാവരും കൂടെ തപസ്സിരുന്നാലും കിട്ടാൻ പോണില്ല ഞങ്ങളുടെ അരവിന്ദനെ. 2 തലമുറയ്ക്ക് മുമ്പ് വരെ നാട് ഭരിച്ചിരുന്ന തമ്പുരാക്കന്മാരാ ഞങ്ങള്. ആ പെരുമയും മഹിമയും പാരമ്പര്യവും ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട. അവളെ പോലൊരു പെൺകുട്ടി ഇവിടെ നിങ്ങൾക്കുണ്ട്. അത് മാത്രം ഓർത്താ മതി. ഈശ്വരന്റെ മുമ്പിൽ മാത്രമേ ഞാനിങ്ങനെ കൈകൂപ്പി നിന്ന് കേണിട്ടുള്ളൂ. ഈ വിനയവും മര്യാദയൊക്കെ ഇപ്പൊ എവിടുന്ന് വന്നു തമ്പുരാന്? നിങ്ങളുടെ ബന്ധുവാകാനുള്ള എല്ലാ യോഗ്യതകളും അരവിന്ദനുണ്ടെന്ന് മനസ്സിലായപ്പോഴോ, അതോ ഇതിനേക്കാൾ നല്ലൊരു ബന്ധം അവൾക്ക് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴോ? എന്തായാലും നിങ്ങളുടെ ആ തമ്പുരാട്ടിയോട് ചെന്ന് പറഞ്ഞേക്ക്, അവളെ കെട്ടാൻ അരവിന്ദന് മനസ്സില്ലെന്ന്. ഇല്ല മാധവമാമ, ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവില്ല. അയാളെ അല്ലാതെ വേറൊരാളെ എനിക്ക് വേണ്ട. പപ്പിക്കുട്ടി, ഇങ്ങനെ വാശി പിടിച്ച് ഡാഡിയെ നീ വീണ്ടും വിഷമിപ്പിക്കുക. പിന്നെ ഞാൻ എന്താ ഡാഡി ചെയ്യണ്ടേ? ഇനി കല്യാണാലോചനയായി വരുന്നവരോടൊക്കെ ഞാൻ കാല് പിടിച്ച് കെഞ്ചി പറയണോ എന്നെ വിശ്വസിക്കാൻ? എന്നിട്ട് ആയുഷ്കാലം മുഴുവനും ഈ സംശയത്തിന്റെ നിഴലിൽ അടിമയെ ഞാൻ ജീവിക്കണോ? അതിലും ഭേദമല്ലേ ഇത്? അതിന് ഇതൊരു മോശം ബന്ധമാണെന്ന് കരുതിയിട്ടല്ലേ പപ്പിക്കുട്ടി. MBA പരീക്ഷ കഴിഞ്ഞ് റാങ്കും പ്രതീക്ഷിച്ച് നിൽക്കുന്നവനാണ് അവൻ. നല്ല ഒന്നാം തരം തറവാട്ടുകാരും. പക്ഷെ അവരും കൂടെ സമ്മതിക്കണ്ടേ? സമ്മതിക്കാത്തത് പയ്യനോ അവന്റെ വീട്ടുകാരോ അല്ല, അവന്റെ ആ കൂട്ടുകാരനാ. ആരാ അത്? ആരാ സാവിത്രി? ആരാ? ഞാനാണ്, മാർത്താണ്ഡം കൊട്ടാരത്തിലെ ആ പത്മിനിക്കുട്ടി. വരൂ, അകത്തേക്ക് വരൂ. ചന്തു, ചന്തു, ജോയി, ദേ അവളെന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ആ പോണ്ടിച്ചേരി പത്മിനി. അയ്യോ, തനിച്ചാണോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ? തനിച്ചാ. തനിച്ചാണെങ്കിൽ അവള് പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. എന്തിന്? കൂടെ കയറി താമസിക്കാൻ. ആഹാ, എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. വേണ്ട, നീ പോയി നീ അവളായിട്ട് വഴക്കുണ്ടാക്കണ്ട. ജോയി, നീ ചെല്ലേ. അവളുടെ ഉദ്ദേശം എന്താണെന്നും അവൾ എന്താ പറയുന്നതെന്നും ചെന്ന് അറിഞ്ഞിട്ട് വച്ചല്ലേ. അതറിയാൻ വേണ്ടി ഞാൻ അവിടം വരെ പോകേണ്ട ആവശ്യമില്ല. അത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. നിന്റെ ഭാവന ഒന്നും ആവശ്യമില്ല, നേരെ അങ്ങോട്ട് ചെന്നാ മതി. എന്റെ അമ്മയോട് ചോദിക്കുന്ന പോലെ ഞാനിപ്പോ ചോദിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മേ നിങ്ങൾ എല്ലാരും എന്നെ വേണ്ടെന്ന് പറയുന്നത്? ഞാൻ ഇറങ്ങുവാണ്. അരവിന്ദനോട് ഞാൻ വന്നിരുന്നു എന്ന് പറയണം. എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചൊന്നും പറയണം. അയ്യോ, എന്താണ് ഇത്? വെല്ലച്ചൻ എന്താ ഇവിടെ? ദേഹത്ത് നനഞ്ഞു പോടാ പറയാ. നീ എന്തിനാടാ ഓടിയത്? ഒരു പശു കുത്താൻ വന്നു. പശുവോ? വീട്ടിനകത്തോ? ഇവനകത്തുണ്ടായിരുന്നോ? പക്ഷെ നിങ്ങൾ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. അവന്മാർ രണ്ടും കൂടി നിന്നെ പറഞ്ഞു വിട്ടതല്ലേ? എവിടെയാണ് അരവിന്ദൻ? അരവിന്ദനോ? ഞാനിപ്പോ അരവിന്ദന്റെ അടുത്ത് വന്നിട്ട് എത്രയോ നാളായി. എനിക്ക് അരവിന്ദനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, പ്ലീസ്. ഓക്കെ, അറേഞ്ച് ചെയ്യാം. എന്താടാ? തൽക്കാലം നീ മാത്രം വന്നാ മതി. നീ എങ്ങോട്ടായി പോകുന്നത്? എടാ, അവിടെ എന്താ സംഭവിച്ചത്? നീ എന്തായി നോക്കുന്നത്? എന്താടാ, ആ പിശാച് പോയോ? എന്തിനാ അവള് വന്നത്? അവളെ കെട്ടണമെന്ന് പറയാനാ? നീ എന്താ കണ്ണൂരിട്ടുന്നത്? എടാ, ഭദ്രകാളി വന്നത് എന്തിനാണെന്ന്? എടോ, സോറി. താങ്ക്സ്. ഇനി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ബെസ്റ്റ് ഓഫ് ലക്ക്. അരവിന്ദന് വിരോധമില്ലെങ്കിൽ നമുക്ക് കുറച്ച് നടക്കാം. വിരോധമുണ്ട്. ആ വിരോധം പറഞ്ഞു തീർക്കാനാ ഞാൻ വന്നത്. അതെങ്ങനെ പറഞ്ഞാ തീരുന്നതല്ല. പിന്നെ അനുഭവിച്ചു തീർക്കണോ? അതിനും തയ്യാറായി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അരവിന്ദൻ എന്റെ ജീവൻ രക്ഷിച്ച ആ നിമിഷം മുതൽ ഞാൻ അരവിന്ദൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് സത്യമാ. പക്ഷേ അത് അരവിന്ദൻ വിചാരിക്കുന്ന പോലുള്ള ഒരിഷ്ടമല്ലായിരുന്നു. കൊട്ടാരത്തിൽ ആരും കാണാതെ സമ്മാനമായി ഞാൻ മോതിരം തരുമ്പോഴും ഒപ്പം ആടുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോഴും
അരവിന്ദന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വളരുന്നത് സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരാളെ ഞാൻ തിരിച്ചറിയാതെ പോവില്ലായിരുന്നു. ഇപ്പോഴും അരവിന്ദന്റെ മനസ്സിൽ ആ സ്നേഹം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടാവാൻ വഴിയില്ല. വഴിയില്ല എന്നല്ല, ഇല്ല. കുറച്ചു മുമ്പ് എന്നെ കുറിച്ച് വെറുപ്പോടെ പറഞ്ഞതൊക്കെ ഞാനും കൂടെ കേട്ടതല്ലേ. വെറുത്തോളൂ, എത്ര വേണമെങ്കിലും വെറുത്തോളൂ. പക്ഷെ അരവിന്ദൻ വിശ്വസിക്കുന്ന പോലെ ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. വേണ്ട, അതൊന്നും ഇനി അരവിന്ദൻ മാറ്റണ്ട. എല്ലാം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എല്ലാ തെറ്റുകളും ഞാൻ ഏൽക്കുന്നു, അതിനൊക്കെ മാപ്പും ചോദിക്കുന്നു. എന്നിട്ടും എന്നെ വെറുക്കാന് തോന്നുന്നെങ്കിൽ വെറുത്തോളൂ. പക്ഷെ എനിക്ക് അരവിന്ദനെ മറക്കാൻ പറ്റില്ല. അരവിന്ദൻ ഇല്ലാണ്ട് ഞാൻ ജീവിക്കുകയില്ല. ഈ കള്ളക്കണ്ണീരും അഭിനയവും കാണിച്ച് എല്ലാം നേടിയിട്ടാണ് നീ പോകുന്നതെന്ന് കരുതണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ കഴുത്തിൽ അരവിന്ദൻ താലി കെട്ടില്ല.